നമസ്കാരം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ എന്തെങ്കിലും ദുരന്തങ്ങളുണ്ടായാൽ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ചില മനുഷ്യരുണ്ട്. ഇവരെയൊക്കെ നമുക്ക് നികഷ്ടജീവികൾ എന്ന് മാത്രമേ വിളിക്കാൻ കഴിയുകയുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ അനുശോചിക്കുമ്പോൾ അതിൻ്റെ താഴെ വന്ന് വളരെ സഭ്യമല്ലാത്ത ഭാഷയിൽ കമൻ്റ് ഇടുക, ചിരി ഇമോജികൾ ഇടുക തുടങ്ങിയതൊക്കെ തന്നെ ഇവരുടെ സ്ഥിരം വിനോദങ്ങളാണ്. ഇന്നലെ തന്നെ ആ വിമാന ദുരന്തം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഈ വാർത്തയുടെ താഴെ ചിരി ഇമോജിയുമായി നിരവധി പേരാണ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവരാരും വിദേശികളല്ല, നമ്മുടെ നാട്ടുകാർ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇവർ നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു വലിയ ദുരന്തത്തിൽ ഇങ്ങനെ ചിരി ഇമോജി ഇടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വിവാദം പുറത്തു വന്നത്. മലയാളിയായ രഞ്ജിത കഴിഞ്ഞ ദിവസം ഈ വിമാനാപകടത്തിൽ മരിച്ചിരുന്നു. അവർ തിരുവല്ല സ്വദേശിനിയാണ്. ബ്രിട്ടനിൽ നഴ്സായി ജോലി നോക്കുകയാണ്. സ്വന്തം കുടുംബത്തെ പുലർത്തുന്നതിന് വേണ്ടിയാണ് അവർ അവിടെ പോയി ജോലി ചെയ്തിരുന്നത്. നാട്ടിലെത്തിയതിന് ശേഷം വീണ്ടും മടങ്ങിപ്പോകുന്ന വഴിക്കായിരുന്നു ഈ വിമാനാപകടത്തിൽ അവർ പെട്ടത്. സത്യത്തിൽ കേരളം ആകെ തേങ്ങിപ്പോയ ദൃശ്യങ്ങളാണ് നമ്മൾ പിന്നീട് കണ്ടത്. തിരുവല്ലയിൽ അവരുടെ വീട്ടിൽ അവരുടെ അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് കണ്ണീർ പൊടിക്കാത്ത മലയാളികളാരും തന്നെ കാണുകയില്ല. അത്രത്തോളം ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. ലോകത്ത് മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും ഈ മരിച്ച സ്ത്രീയെ അവർ ആരെന്ന് പോലും അറിയാൻ പാടില്ലാത്ത മനുഷ്യർ പോലും എത്രയോ സങ്കടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കണം. പക്ഷേ നമ്മുടെ കേരള സർക്കാരിലെ റവന്യൂ വകുപ്പിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർക്ക് ഇത് ചിരിയാണ് വരുന്നത്. പവിത്രൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ താഴെ വന്ന് നടത്തിയ കമൻറ്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. രഞ്ജിതയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയമായ ഭാഷയിൽ അവരുടെ ജാത്യാഭിഷേകം വരെ നടത്തിക്കൊണ്ട് അങ്ങേയറ്റം വിമർശിക്കുന്ന രീതിയിലാണ് ഇയാൾ പോസ്റ്റ് ഇട്ടത്. ഏത് മാനസികാവസ്ഥയിലാണ് ഇയാൾ ഈ പോസ്റ്റ് ഇട്ടത് എന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലായി മാറുകയായിരുന്നു. ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധവുമായി തന്നെയാണ് മലയാളികൾ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ഒക്കെ തന്നെ ഇത് പലരും ത്യാഗീത് കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നും ഒരു പാവപ്പെട്ട സ്ത്രീ സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന നമ്മുടെയൊക്കെ തന്നെ അഭിമാനമായി മാറിക്കഴിഞ്ഞ നേഴ്സുമാരുടെ പരമ്പരയിൽപ്പെട്ട ഒരാളിനാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നുള്ളതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ഈ മനുഷ്യർക്ക് സ്വന്തമായ കുടുംബവും മക്കളുമൊക്കെ ഉണ്ടോ എന്ന് തന്നെ സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. അത്രയും മോശമായ ഭാഷയിലാണ് ഇയാൾ ഈ പാവപ്പെട്ട സ്ത്രീയെ വിമർശിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തതായിട്ടാണ് റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇത്തരക്കാരെ സസ്പെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് ദിവസം അവർ വീട്ടിൽ നിൽക്കുകയും തിരികെ സർവീസിൽ പ്രവേശിച്ച് ഇത്രയും നാൾ കിട്ടാതിരുന്ന മറ്റ് ആനുകൂല്യങ്ങളെല്ലാം വാങ്ങി വീണ്ടും പഴയ കലാപരിപാടി തുടരുകയും ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത്തരക്കാരെ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഇവരെ സർക്കാർ സർവീസിൽ പോലും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കരുത്. ഇവരെയൊക്കെ അടിയന്തരമായി ചെയ്യേണ്ടത് ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇവരുടെ പേരിൽ കേസെടുക്കുകയും പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്യണം. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് സർക്കാർ ജീവനക്കാരാകുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക യൂണിയനിൽപ്പെട്ട ആളുകളായിരിക്കും. പ്രത്യേകിച്ച് ഇയാൾ ഒരു ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ആളാണ് എങ്കിൽ അയാൾക്ക് അനുകൂലമായി നിരവധി പേർ രംഗത്തെത്തും. ഇയാൾക്ക് ഒരു അബദ്ധം പറ്റിയപ്പോൾ ഒരു തവണ മാപ്പാക്കണമെന്ന് പലരും പറയും. ഇപ്പോൾ ഇയാൾ തന്നെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയും ഒരു നെറികേടും തോന്നിയാവസവും കാണിച്ചതിന് ശേഷം എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്നത് എന്ത് രീതിയാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലെ നിരവധി പേരാണ്, പ്രത്യേകിച്ച് റവന്യൂ ഓഫീസുകളിൽ സാധാരണക്കാരായ ജനങ്ങൾ ഓരോ ആവശ്യം കൊണ്ട് ഈ മനുഷ്യരുടെ അടുത്ത്, ഈ ജീവനക്കാരുടെ അടുത്ത് ചെല്ലുന്നത്. അവരോട് ഇവരുടെയൊക്കെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാനേ കഴിയുകയുള്ളൂ. റവന്യൂ വകുപ്പിലെ എല്ലാ ജീവനക്കാരും മോശക്കാരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. എങ്കിലും ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വകുപ്പായ നിത്യേന നിരവധി പേർ അവരെ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായും സമീപിക്കേണ്ടുന്ന ഒരു വകുപ്പിലെ ജീവനക്കാരനാണ്, അതും മുതിർന്ന പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്രയും മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു പരാമർശം മരിച്ചുപോയ പാവപ്പെട്ട സ്ത്രീക്കെതിരെ നടത്തിയത് എന്നുള്ളത് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പലരും ഇടുന്ന പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ എത്രയും വേഗം പിരിച്ചുവിട്ടുകൊണ്ട് ക്രിമിനൽ കേസെടുത്ത് ഇയാളുടെ പേരിൽ തുടരന്വേഷണം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല നേരത്തെ ഇയാൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും പരിശോധിക്കേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള ചില അതിവിചിത്രമായ സങ്കീർണമായ മാനസികാവസ്ഥയുള്ള ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ആർക്ക് എന്ത് വിഷമം വന്നാലും അതിൻ്റെ താഴെ വന്ന അശ്ലീലമായ ഭാഷയിൽ അവരെ തെറിവിളിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരെ വളരെ മോശമായ ഭാഷയിൽ വിമർശിക്കുന്ന നിരവധി പേരുണ്ട്. ഇവരുടെ പലരുടെയും പേരിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പിന്നീട് അങ്ങോട്ട് വലിയ നടപടികളൊന്നും ഉണ്ടായത് നമ്മൾ കേട്ടിട്ടുമില്ല. ഇതുപോലെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചിരി ഇമോജി ഇടുന്നവരെയും ഈ ഇത്തരത്തിൽ സ്ത്രീകളെ അശ്ലീലമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് മേൽ മാതൃകാപരമായ നടപടി തന്നെ സ്വീകരിക്കണം. അതല്ലെങ്കിൽ നാളെയും ഇത് തന്നെ ആവർത്തിക്കാനാണ് സാധ്യത. കാരണം സോഷ്യൽ മീഡിയ എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും ആരെയും പരസ്യമായി ഇതിൽ കയറി തെറി വിളിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഇതിന് കർശനമായ വിലക്കേർപ്പെടുത്തിയില്ലെങ്കിൽ ഭാവിയിലും ഇത് തന്നെ തുടരാനായിരിക്കും ഈ ആശാന്മാരുടെ താല്പര്യം.